ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാൻ നോക്കിയിട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്, പക്ഷെ നമുക്ക് ഒരിക്കലും സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. ഈ സാധനമൊക്കെ അരിഞ്ഞ് പെറുക്കി എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ആൾക്കാരെ പറയും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറയും, പക്ഷെ എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കാണ്ട് നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല സ്പീഡിൽ. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കി. അതിന് മുന്നേ ഞാൻ റൈസ് ജീര റൈസ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചു, എന്നിട്ട് ഊറ്റി എടുത്തേക്കുവാണ്. അതിൽ നിന്ന് വെള്ളം കളഞ്ഞ് എടുത്ത് വെച്ചേക്കാണ്. അതൊരു 3/4 വേവിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ക്യാരറ്റും ബീൻസും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ, 2 കളറിലെ ക്യാപ്സിക്കം, റെഡും യെല്ലോയും, പിന്നെ കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, ബട്ടർ, കുരുമുളക് പൊടി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്കൊരു ഷെഷ്വാൻ ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നാണ് എടുക്കുന്നത്. അതിനൊരു ഷെഷ്വാൻ സോസും സോയാ സോസും ആവശ്യമുണ്ട്. പിന്നെ അത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സും കിസ്മിസും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് ബട്ടറിലോ നെയ്യിലോ ആണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ആദ്യം ഇടുന്നത് ഗാർലിക്കാണ്. ഗാർലിക്ക് നമ്മളിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ഞാൻ ഒരു തുടം ഗാർലിക്കാണ് എടുത്തേക്കുന്നത്. അപ്പം അത് ഒന്ന് മൂത്ത് വരണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. അതിൻ്റെ ഒരു സ്മോക്കി ടേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതാണ് ഈ ഫ്രൈഡ് റൈസിൽ, അതുപോലെ തന്നെ ഷെഷ്വാൻ റൈസിലൊക്കെ ഒരു ഫ്ലേവർ തന്നത് ഇതിൻ്റെ ഒരു സ്മോക്കി ടേസ്റ്റ് വരുമ്പോഴാണ്. ഇത് കുറച്ച് ബ്രൗണിഷ് കളറായിട്ടുണ്ട് നമ്മുടെ ഗാർലിക്കൊക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒണിയൻ ആഡ് ചെയ്യാം. ഒണിയൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഒരുപാട് വഴന്ന് വരണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരുപാട് നമുക്കത് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി, കാരണം നമ്മൾ ഓൾറെഡി സ്പ്രിംഗ് ഓണിയനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചപ്പ് ഇതിൽ വരണം. ആ ഒരു പച്ചപ്പ് ടേസ്റ്റ് ഇതിൽ വന്നാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കണ പോലെ മുരിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇത്തിരി മുരിഞ്ഞല്ല, ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും അതും ആഡ് ചെയ്യാം. ഇത് തീരെ സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. പെട്ടെന്ന് ആ ഒരു വാട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഫുഡല്ല ഫ്രൈഡ് റൈസ്. അതിൽ നമ്മൾ റൈസ് മാത്രമേ അത്യാവശ്യം ബോയിൽ ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പെട്ടെന്ന് വഴറ്റിയെടുക്കുന്ന ഐറ്റംസ് ആണ്. ഒരുപാട് വഴന്നു പോയാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ കളറ് ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ നമ്മുടെ ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയും കളറ് പോവാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് ഷുഗർ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി റെഡ് ക്യാപ്സിക്കവും നമ്മളുടെ യെല്ലോ ക്യാപ്സിക്കവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് വേഗം ആഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് ഇത് വഴന്ന് പോകണ്ട, പെട്ടെന്ന് നമുക്കിത് ആഡ് ചെയ്ത് പോവാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള റൈസിനുള്ള നമ്മൾ ഓൾറെഡി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ഈ വെജീസിന് വേണ്ടിയിട്ടുള്ള സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കാരണം റൈസിന് നമ്മളിതിൽ വേറെ മുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, നമുക്കിനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന റൈസ് അതെടുക്കാം. ഒരു 3/4 കുക്കായിട്ടുള്ളത്, നമ്മൾ ഒരുപാട് കുക്ക് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്കത് കുഴഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രൈഡ് റൈസിന് എപ്പോഴും കുറച്ച് വിട്ടിരിക്കുന്നതാണ് നല്ലത്.
അപ്പം അതും എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ അരിഞ്ഞത് നമുക്കതിടാം. ഒരു പ്രത്യേക ഫ്ലേവർ ആണല്ലോ സ്പ്രിംഗ് അണിയനും സെലറിയൊക്കെ. അപ്പം സെലറി ഒന്നും ഇന്നലെ കിട്ടിയില്ല. അപ്പം ഞാൻ സ്പ്രിംഗ് അണിയൻ വാങ്ങിച്ചിട്ട് വന്ന് അതിട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു ചൈനീസ് ഫ്ലേവർ നമുക്ക് വരും. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. എല്ലാവരും മറ്റേ മാഗി ക്യൂബ്സും അതും ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുകയും ചെയ്യും. ഇതിലേക്ക് കിസ്മിസും നട്ട്സും നമ്മൾ വറുത്ത് വെച്ചതുണ്ടായിരുന്നു, അത് കൂടി ആഡ് ചെയ്യാം. ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു നട്ട്സിൻ്റെ ടേസ്റ്റും ഒക്കെ വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. കുറച്ച് റൈസ് എടുത്ത് ഇങ്ങ് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം അത് ഓൾറെഡി മാറ്റി. ഇനി ബാക്കിയുള്ളതിൽ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2 തരത്തിൽ ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചെന്നാൽ രാവിലെയും വൈകിട്ടത്തേക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഒരേ ടേസ്റ്റ് തന്നെ വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊരു മനസ്സിനൊരു ഇഷ്ടക്കുറവ് തോന്നും. അപ്പോൾ ഒരു നേരം ഷെഷ്വാൻ ഫ്രൈഡ് റൈസും ഒരു നേരം നമ്മൾക്ക് സാധാരണ ഫ്രൈഡ് റൈസും എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് 2ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. 2ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോരോ പ്രാവശ്യം ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എഫോർട്ട് ഇടേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പണി കഴിയുകയും ചെയ്യും. അപ്പോൾ അത് കാരണം ഞാൻ 2ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനി നമുക്കിത് നമുക്കൊന്ന് മൂടി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്പുറത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ ഷെഷ്വാൻ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്കൊന്ന് പോവാം. നമ്മളിപ്പോൾ നോറിൻ്റെ ഷെഷ്വാൻ സോസാണ് ഇതിൽ ഇടുന്നത്. ഇത് നമ്മൾ പാസ്തയ്ക്കും എല്ലാത്തിനും യൂസ് ചെയ്യും. നല്ലൊരു സോസാണിത്. ഞങ്ങൾ എല്ലാത്തിനും ഇത് ആഡ് ചെയ്യാറുണ്ട്. ഫ്രൈഡ് റൈസിനും ഇതുപോലെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും നൂഡിൽസ് ഉണ്ടാക്കാനും പാസ്ത ഉണ്ടാക്കാനൊക്കെ നമ്മളിത് ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സോസാണ്. അപ്പം ഞാനിത് കുറച്ച് ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക്. ഇതൊക്കെ നമ്മുടെ ഒരു അളവുണ്ട്. ആ അളവ് എന്ന് വെച്ചാൽ നമ്മുടെ കൈക്കണക്ക്, നമ്മൾ എന്തോരാണ് റൈസ് എടുക്കണതെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു കൈക്കണക്കിനാണ് ഞാനിതെല്ലാം എടുക്കുന്നത്. നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇടുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഷെഷ്വാൻ സോസ് ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ വേറെ ഒരു ഇത് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പച്ചമുളക്, സോയാ സോസ്, കുറച്ച് വിനെഗർ ഇതെല്ലാം ഇട്ടിട്ട് നമ്മളൊരു വേറൊരു സോസും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. കാരണം ഇത് കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് പച്ചമുളക് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ ഇട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു റൈസിൻ്റെ കൂടെ നമ്മൾ ഇതും ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞു. ഞാനിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് മെൽറ്റാക്കി ഒന്ന് ഇതിൽ ആഡായി അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങണം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇതിൽ ആഡ് ചെയ്തു. അപ്പം നമ്മളുടെ 2 റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷെഷ്വാൻ ഫ്രൈഡ് റൈസും നമ്മളുടെ സാധാരണ ഫ്രൈഡ് റൈസും. എരിവ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ കൊടുക്കണമെങ്കിൽ സാധാരണ നമുക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കാം. അതിൽ നമ്മൾ പെപ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതാണെങ്കിൽ കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിക്കാം. നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്യണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു സെർവിങ് ബൗളിൽ എടുത്തിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ മൊബൈലിൽ നമുക്ക് ആ കറക്റ്റ് കളർ കിട്ടുന്നില്ല. പക്ഷേ ഇതിനൊരു ഡാർക്ക് ഒരു കളറാണ് വരുന്നത്. ഇതാണെങ്കിൽ പ്യോർ വൈറ്റും അതിൽ നമ്മളുടെ എന്താ പറയണ എല്ലാ വെജീസിൻ്റെയും കളർ എടുത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പം അതിൻ്റെ കളർ ഒട്ടും പോവാതെ നമുക്ക് നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മളുടെ 2 റൈസും റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളുടെ ഫ്രൈഡ് റൈസും നമ്മളുടെ ഷെഷ്വാൻ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഏതെങ്കിലും ഒരു റൈസ് ഇപ്പോൾ ഉച്ചയ്ക്ക് എടുക്കും, ഏതെങ്കിലും ഒരു റൈസ് വൈകിട്ട് എടുക്കും. അപ്പോൾ എല്ലാവരും സൺഡേ എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്താ ഡിഷസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹാപ്പി സൺഡേ.